നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇടതു നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന CPI നേതാവ് KK ശിവരാമൻ. തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിലെ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം തിരുത്തി ഉടുമ്പൻചോല MLA MM മണി. പറഞ്ഞതിൽ തനിക്ക് പിശക് പറ്റിപ്പോയെന്ന MM മണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ റവന്യൂ ഫോറസ്റ്റ് വകുപ്പുകൾ നടത്തിയ സാമൂഹ്യദ്രോഹ നിലപാടുകളുടെ കൃത്യമായ പ്രതികരണമാണെന്ന അതിജീവന പോരാട്ട വേദി. ഇടുക്കിയിലെ ജനതയെ രക്ഷിക്കുന്നതിന് ആവശ്യമായ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കുമെന്നും റസാഖ് ചൂരവേലി. മാട്ടുപ്പെട്ടി കുണ്ടളയ്ക്ക് സമീപം കടുവയും 3 കുഞ്ഞുങ്ങളും ഇറങ്ങിയ തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്ന് വനം വകുപ്പ്. കടുവ ഇറങ്ങിയ തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്നുള്ളതല്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇടതു നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന CPI നേതാവ് KK ശിവരാമൻ. തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിലെ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനങ്ങളുടെ യജമാന്മാരാണെന്നാണ് പലരുടെയും ധാരണ. ഭൂമി കയ്യേറ്റ മാഫിയയുടെ ഉറ്റത്തോഴന്മാരാകാൻ മത്സരിക്കുന്നവരെയും അനധികൃത ക്വാറി നടത്തിപ്പുകാരായ നേതാക്കളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന ഇടതുപക്ഷം പറയുമ്പോൾ അത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയണമെന്നും KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണ് KK ശിവരാമൻ ഇടതു നേതാക്കളോട് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ KK ശിവരാമൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശിവരാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും നിരവധിയായ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് KK ശിവരാമൻ. ആ KK ശിവരാമൻ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കുവാൻ ഇടുക്കിയിലെ ഇടതു നേതാക്കൾ തയ്യാറാകണം, ഇല്ലെങ്കിൽ ഇടുക്കിയിലെ ഇടതുപക്ഷം തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതുപോലെ ഇടതുപക്ഷ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പറയുന്നു, ജനങ്ങളുടെ യജമാനന്മാരാണ് തങ്ങളെന്ന് ചിലർ ചിന്തിക്കുന്നു. അത്തരത്തിൽ നേതാക്കന്മാർക്കുള്ള വിമർശനമാണ്. ഇടതു നേതാക്കൾ അത്തരത്തിൽ ആണ് ഇടപെടുന്നത്, ജനങ്ങളോട് ഇടപെടുന്നത് എന്നുള്ള ഒരു വിമർശനം അതിനകത്ത്, ആ പോസ്റ്റിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു, പാറ, കോറി, മണൽ മാഫിയകള്, കയ്യേറ്റ മാഫിയക്കാരുടെയൊക്കെ തോളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാകുവാൻ വേണ്ടി മത്സരിക്കുന്ന നേതാക്കന്മാരെയും പാറക്കോറികൾ അനധികൃതമായി നടത്തുന്ന നേതാക്കന്മാരെയും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി പറയുന്നു. ആ വിമർശനങ്ങളെല്ലാം തന്നെ CPIയുടെയും CPMന്റെയും അടക്കമുള്ള ഇടതു നേതാക്കളുടെ നേർക്കാണ്, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേർക്കാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പോകുന്നതിന്റെ ഫലമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ. ആ പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇടതു സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ കണ്ടിട്ടുണ്ട്. നിയമ ഭേദഗതി വന്നിരിക്കുന്നു, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു, വിജ്ഞാപനം നടത്തിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചാരണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. അതായിരുന്നു പ്രധാന പ്രചരണ ആയുധമാക്കി ഇടതുപക്ഷം എടുത്തിരുന്നത്. ആ കാര്യത്തിലും KK ശിവരാമൻ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണഫലം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ട കാലമായിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടതു സർക്കാർ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതൊന്നുമല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന തുറന്ന വിമർശനമാണ് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശിവരാമൻ നടത്തിയിട്ടുള്ളത്. ഇതിനു
ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല വിവാദങ്ങൾ വരുമ്പോഴും തന്റേതായ കൃത്യമായ നിലപാടുകൾ പറയുകയും ആ നിലപാടുകൾ ഒരുപക്ഷെ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ നിലപാട് മാറ്റം ഇല്ലാതെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് തന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമായും രേഖപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു ശീലമാണ് കെ ശിവരാമനുള്ളത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പോലും തന്നെ CPMനോട് പരസ്യമായി വെല്ലുവിളി ഉയർത്തുകയും CPM നേതാക്കന്മാരെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIയുടെ മന്ത്രിമാരെ വിമർശിച്ചതിന്റെ പേരിൽ MM മണിക്കെതിരെ അടക്കം ഗുരുതരമായ വിമർശനം ഉന്നയിച്ച് പരസ്യമായി രംഗത്തെത്തിയ ആളായിരുന്നു കെ ശിവരാമൻ. അതുകൊണ്ട് തന്നെ തനിക്ക് മുന്നിൽ കാണുന്ന ഏതൊരു കാര്യത്തെയും കൃത്യമായി വീക്ഷിച്ച് അത് ഇടതുപക്ഷത്തിനകത്ത് തിരുത്തൽ വരുത്തേണ്ടതാണെങ്കിൽ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിന് വീഴ്ചയുണ്ട് എന്ന് തോന്നുന്നതാണെങ്കിൽ ആ തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാൾ കൂടിയാണ് കെ ശിവരാമൻ. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. എന്തായിരുന്നാലും CPMന്റെയോ CPIയുടെയോ മറ്റ് നേതാക്കന്മാരും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയം, ആ പരാജയം സംബന്ധിച്ച് സംസ്ഥാനത്താകെയും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും വിശദമായിട്ടുള്ള പഠനം നടത്തുകയും അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് CPMന്റെ അടക്കം നേതാക്കന്മാരും CPIയുടെ അടക്കം നേതാക്കന്മാരും ഇടതു നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ആ മറുപടിയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കെ ശിവരാമൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ ഇല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന പാഠം മനസ്സിലാക്കാൻ ഇടതു നേതാക്കൾ ഇടുക്കിയിൽ തയ്യാറാകണം എന്നുള്ളതാണ്. അശ്വതി. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം തിരുത്തി ഉടുമ്പൻചോല MLA MM മണി. പറഞ്ഞതിൽ തനിക്ക് പിശക് പറ്റിപ്പോയെന്ന് MM മണി ഇന്ന് പറഞ്ഞു. അത് ഇന്നലത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണെന്നും MM മണി കുഞ്ചിത്തണ്ണി 20 ഏക്കറിൽ വ്യക്തമാക്കി. VD സതീശൻ നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെന്നും MM മണി പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു നമ്മൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡ് പരിപാടിയെല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം പ്രതികരിച്ചിട്ടുണ്ടേ ഉള്ളൂ. ഞാനങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് ശരിയാന്ന് MLA പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ. ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ നിലപാടാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന് സ്വതന്ത്രയായി വിജയിച്ച രമണി രൂപേഷ് തീരുമാനിക്കും. ഇടത് വലത് മുന്നണികൾ സമാസമം എത്തിയ പഞ്ചായത്തിൽ BJPക്കും ഒരു സീറ്റുണ്ട്. കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് സ്വതന്ത്രയായി മത്സരിച്ചാണ് രമണി രൂപേഷ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ രമണി കോൺഗ്രസിനൊപ്പം നിൽക്കുമോ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമോ എന്നത് കാത്തിരുന്നു കാണണം. അതേസമയം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, കഴിഞ്ഞ തവണയും വലിയ വിവാദങ്ങൾ നിലനിന്ന പഞ്ചായത്താണ്. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ കുറവല്ലായിരുന്നു. ഇത്തവണ ആര് ഉപ്പുതറ ഭരിക്കാനാണ് സാധ്യത? പഞ്ചായത്തിലെ ഭരണം ഇത്തവണയും തൃശങ്കുവിൽ LDF 8, UDF 8, BJP 1, ഒരു സ്വതന്ത്ര എന്നിങ്ങനെയാണ് ഉപ്പുതറ പഞ്ചായത്തിലെ കക്ഷിനില. ആകെ മൊത്തം 18 വാർഡുകളാണ് ഉപ്പുതറ പഞ്ചായത്തിൽ നിലവിലുള്ളത്. സ്വതന്ത്രയുടെ പിന്തുണയുള്ളവർ ഉപ്പുതറ പഞ്ചായത്ത് ഭരിക്കുന്ന അവസ്ഥയാണ് ഇത്തവണ നിലവിലുള്ളത്. കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന ശ്രീ രമണി രൂപേഷ് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് വന്നത്. ഇവർ LDFുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ടാണ് ശ്രീ രമണി രൂപേഷ് 7ാം വാർഡ് കാക്കത്തോട്ടിൽ വിജയിച്ചു വന്നത്. ഈ ശ്രീ രമണി രൂപേഷിന്റെ വിജയത്തെ തുടർന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ രമണിയുമായി ചർച്ച നടത്തുവാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും ശ്രീ രമണി രൂപേഷ് ഇടതുപക്ഷത്തേക്കാണ് നമുക്ക് അവസാന വട്ടം ലഭിക്കുന്ന സൂചന. ഇതോടൊപ്പം തന്നെ ഉപ്പുതറ പഞ്ചായത്തിൽ ശക്തി ഉറപ്പിക്കുവാൻ DMK മത്സരരംഗത്തുണ്ടായിരുന്നു. വളരെ ദയനീയമായി തൂത്തെറിയപ്പെടുന്ന കാഴ്ചയാണ് DMK നമുക്ക് കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഭരണം ഇടതുപക്ഷത്തിൽ ലഭിക്കുകയായിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്ന പല വാർഡുകൾ ഉപ്പുതറ ടൗൺ വാർഡ് അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾ മൂലം നഷ്ടപ്പെട്ടു എന്ന ചർച്ച UDFൽ മുറുകുന്നുണ്ട്.
ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ റവന്യൂ ഫോറസ്റ്റ് വകുപ്പുകൾ നടത്തിയ സാമൂഹ്യദ്രോഹ നിലപാടുകളുടെ കൃത്യമായ പ്രതികരണമാണെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ. ഇടുക്കിയെ ഒറ്റപ്പെടുത്തി അതിക്രമിച്ചതിന്റെ കടുത്ത പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും റസാഖ് ചൂരവേലിൽ പ്രതികരിച്ചു. ഭരണകൂടത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും ഇടുക്കിയിലെ ജനതയെ രക്ഷിക്കുകയെന്നതാണ് ലക്ഷ്യം. അതിനാവശ്യമായ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കുമെന്നും റസാഖ് കൂട്ടിച്ചേർത്തു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇടുക്കിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇടുക്കിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഫോറസ്റ്റ് വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള സാമൂഹിക ദ്രോഹ നിലപാട് ഇടതുപക്ഷ പാർട്ടിയിൽ CPI അടക്കമുള്ള കക്ഷികൾ എടുത്ത നിലപാടിൻ്റെ കൃത്യമായ പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റേറ്റിൽ പല കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരമായി പല വിഷയങ്ങളുണ്ടായപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയോട് ചെയ്ത ഭൂ ഉടമസ്ഥരോട് ചെയ്ത വന്യമൃഗ അടക്കമുള്ള ഫോറസ്റ്റിൻ്റെ നയ പ്രശ്നങ്ങൾ, വനവൽക്കരണം അടക്കമുള്ള നിലപാടുകൾ ഇടുക്കിയെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചതിൻ്റെ കടുത്ത പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇടുക്കി ജനതയ്ക്ക് വളരെ അടിയന്തരമായി ആഗ്രഹിക്കുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ആദ്യം ഈ ജനതയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നിലപാടായിരിക്കും തുടർന്ന് എടുക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന നിലപാടിൽ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 27 വർഷമായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് UDFും കോൺഗ്രസും. ഇടത് കോട്ടയിൽ നിന്ന് രാജാക്കാട്ടിൽ ഇത്തവണ മികച്ച വിജയമാണ് UDF നേടിയത്. വരുന്ന 5 വർഷക്കാലം രാജാക്കാടിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. അണപൊട്ടി ഒഴുകിയ ആവേശത്തിലാണ് രാജാക്കാട് പഞ്ചായത്തിലെ UDF പ്രവർത്തകർ. 27 വർഷത്തെ ഇടതുകോട്ട തകർത്ത് UDF ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആവേശം. ആ വിജയം ഇടതുപക്ഷത്തിന് നൽകിയത് കനത്ത തിരിച്ചടി. 14 വാർഡുകളുള്ള രാജാക്കാട് പഞ്ചായത്തിൽ 10ഇടത്തും UDF സ്ഥാനാർത്ഥികൾ വിജയക്കൊടി നാട്ടി. LDFന് നേടാനായത് 3 വാർഡുകൾ മാത്രം. ഒരിടത്ത് സ്വതന്ത്രനും വിജയകിരീടം ചൂടി. ഇടത് പാർട്ടികളുടെ കരുത്തുറ്റ നേതാക്കൾ നിലയുറപ്പിച്ചിട്ടുള്ള രാജാക്കാട്ടിൽ ഇടതുപക്ഷത്തിനുണ്ടായതാകട്ടെ കനത്ത തിരിച്ചടി. 1/4 നൂറ്റാണ്ടിലധികമായി ഭരണം നടത്തിയിട്ടും രാജാക്കാട് ഇന്നും വികസന മുരടിപ്പിലാണെന്നും ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള വിധിയാണ് UDFന് അനുകൂലമായതെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ 8ാം വാർഡിൽ നിന്നും വിജയിച്ച ജോഷി കന്യാക്കുഴി പറയുന്നു. രാജാക്കാടിൽ UDFും കോൺഗ്രസ്സുകാരും വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തിലാണ്. കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് രാജാക്കാട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന LDFിൽ നിന്നും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസും UDF കൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏകാധിപത്യം പോലെ രാജാക്കാട് പഞ്ചായത്തിനെ LDF വെച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളെ കോൺഗ്രസ്സുകാരും UDFുകാരും ഇലക്ഷന് മുമ്പേ തന്നെ ജനങ്ങളോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് തോന്നിയതിൻ്റെ പേരിലാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി UDFനെ രാജാക്കാട് പഞ്ചായത്ത് അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത്. രാജാക്കാടിന്റെ സമഗ്രമായ വികസനമാണ് UDFന്റെ ലക്ഷ്യം. ടൂറിസം സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തി രാജാക്കാടിന്റെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്ന നേതാക്കളുടെ അതേ നിലപാടാണ് CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റിക്കും ഉള്ളത്. രാജാക്കാട് പഞ്ചായത്ത് അടക്കം നഷ്ടമായത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും തിരുത്തലുകൾ വരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നുമാണ് CPIM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടുക്കിയിലടക്കം ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലടക്കം LDFന് ഭരണം നഷ്ടമായി കാലങ്ങളായി കൊണ്ടായിരുന്നു. ഇപ്പം CPIMന്റെ രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. കാലങ്ങളായി ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായി കയ്യിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് നഷ്ടമായിരിക്കുന്നത്. മൊത്തത്തിലുണ്ടായി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ നിലയിൽ കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രാജാക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചും അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ
പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങൾ, അതുപോലെ വികസനം, എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് രാജാക്കാട് പഞ്ചായത്ത്. അപ്പോൾ എങ്കിലും റിസൾട്ട് ഇടതുപക്ഷ മുന്നണി പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായി പോയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷും അതുപോലെ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് CV വർഗീസും എല്ലാം അതേ സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറിച്ച് ഒന്നും പറയാനില്ല. പരാജയം എങ്ങനെ ഈ നിലയിൽ വന്നു എന്നുള്ളത് പാർട്ടി തീർച്ചയായും പരിശോധിച്ച് തിരുത്തലുകൾ വേണ്ട ഇടങ്ങളിലെല്ലാം തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് 2026 കടന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി മെച്ചപ്പെട്ട നിലയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇവിടെ തുടർ ഭരണത്തിന് നമ്മുടെ മണ്ഡലം ഉടുമ്പൻചോലയും സാക്ഷ്യം വഹിക്കും. അതിന് ഉള്ള ഒരു സാഹചര്യം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, എന്തായിരുന്നാലും അത്തരത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു നല്ല വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ പരാജയം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് അതിൻ്റെ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നുള്ള പാർട്ടിയുടെ അതേ നിലപാട് തന്നെയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമാ സുരേന്ദ്രനും പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഇടതുകോട്ട തകർത്ത് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ UDFന് കഴിഞ്ഞെങ്കിലും മുന്നണി ധാരണ പ്രകാരം സീറ്റ് നിഷേധിച്ച മുസ്ലിം ലീഗ് 9ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. മുമ്പോട്ട് UDFുമായി സഹകരിക്കണോ എന്നത് ലീഗ് നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സുധീർ കോട്ടക്കുടിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇടുക്കിയിൽ മുസ്ലിം ലീഗുമായി കോൺഗ്രസ് ഇടഞ്ഞിരുന്നു. ഉടുമ്പൻചോല താലൂക്കിലെ 2 പഞ്ചായത്തുകളിൽ 3 വാർഡുകൾ മാത്രമാണ് ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, നെടുങ്കണ്ടത്ത് മുമ്പ് മത്സരിച്ച സീറ്റുകളും നൽകാതെ വന്നതോടെയാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സുധീർ കോട്ടക്കുടി സ്വതന്ത്രനായി മത്സരരംഗത്തെത്തിയത്. ഇവിടെ UDF സ്ഥാനാർത്ഥിയാകട്ടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുധീർ കോട്ടക്കുടി 363 വോട്ടുകൾ പിടിച്ചു. ഇടത് സ്ഥാനാർത്ഥിയായ പ്രിൻസ് മാത്യു 267 വോട്ട് നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി സിബി കൊച്ചുവള്ളാട് നേടിയത് 125 വോട്ടുകളാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാജയവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയവും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. വിജയിച്ചതിൽ ഏറെ സന്തോഷമെന്നും വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുധീർ കോട്ടക്കുടി പറയുന്നു. ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. ജനങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് മത്സരിച്ചത്. പിന്നെ 2 മുന്നണികൾക്ക് എതിരായി മത്സരിച്ചതിനേക്കാളുപരി ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ നമ്മൾ മത്സരരംഗത്തേക്ക് വരേണ്ട വന്നത്. എന്നാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങളിലാണെങ്കിൽ പോലും അവരുടെ അകമഴിഞ്ഞ സ്നേഹവും കരുതലുമൊക്കെ അതിനുണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ കടപ്പെട്ട് നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങളോട് തന്നെയാണ്. നമ്മുടെ രാജാക്കാട് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ 9ാം വാർഡ്, പഴയ വിടുതി, മമ്മട്ടിക്കാനം ഉൾപ്പെടുന്ന ചങ്ങാടക്കടവ് ഉൾപ്പെടുന്ന മേഖല. ഇവിടുത്തെ ആളുകൾ ഏറ്റവും രൂക്ഷമായി നേരിടുന്ന കുടിവെള്ളം പ്രശ്നവും പാർപ്പിടം, സഞ്ചാരയോഗ്യമായ റോഡുകളുടെ അഭാവവും ഉണ്ട്. അപ്പോൾ അതിന് എന്നാൽ കഴിയുന്ന വിധം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫണ്ടുകൾ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമായിരിക്കും ഞാൻ പ്രവർത്തിക്കുക. അതേസമയം ലീഗ് എന്ന നിലയിൽ UDFുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് നേതൃത്വവുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി. ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത്. അപ്പോൾ ജില്ലാ കമ്മിറ്റി തന്നെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും മുന്നോട്ടുണ്ടാവുക. സിറ്റി വിഷൻ, രാജാക്കാട്.
രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ UDF തേരോട്ടം നടത്തിയപ്പോൾ കേരള കോൺഗ്രസിനും പഞ്ചായത്തിലെ 2 വാർഡുകൾ നഷ്ടമായി. എന്നാൽ കാലങ്ങളായി UDFന്റെ കുത്തകയായിരുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ രാജാക്കാട് ഡിവിഷൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് LDFും കേരള കോൺഗ്രസും. കന്നിയംഗത്തിനിറങ്ങിയ UDF കോട്ട തകർത്ത് ഡിവിഷൻ തിരിച്ചുപിടിച്ചത് യുവജനേതാവ് കൂടിയായ വിപിൻ സി അഗസ്റ്റിനാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിപിൻ സി അഗസ്റ്റിനും പ്രതികരിച്ചു. ഈ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഈ രാജാക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിലും ആ തരംഗത്തിനൊപ്പമുള്ള ചെറിയ പ്രതിഫലനങ്ങളുണ്ടായി. അതിനിടയിലും ആദ്യമായി മത്സരരംഗത്തേക്ക് വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിരവധി കാലഘട്ടങ്ങളായി UDFൻ്റെ കയ്യിലിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനാണ് രാജാക്കാട്. അവിടെ ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങിയ എനിക്ക് ഏറ്റവും നല്ല പിന്തുണയാണ് ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരുക്കി തന്നത്. ഇത്രയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ സാധിച്ചത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. അതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുകയും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും എല്ലാ മുന്നണികളും അതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഈ രാജാക്കാട് മേഖലയിൽ നിൽക്കുവാൻ സാധിക്കുമ്പോൾ ഈ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാമെന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. എൻ്റെ എല്ലാ വോട്ടർമാരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവരെയും നേരിൽ വന്ന് കാണണം എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ. ഇടതുപക്ഷ സർക്കാരിനും പിണറായിക്കുമെതിരെയുള്ള വിധിയെഴുത്താണ് കഴിഞ്ഞുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് ഇടുക്കി DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കാലങ്ങളായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന പല പഞ്ചായത്തുകളും UDF തിരിച്ചുപിടിച്ചു. അതിലൊരു ഉദാഹരണം മാത്രമാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തെന്നും LDF മുന്നോട്ട് വെച്ച ജനദ്രോഹ നടപടിയും വികസന മുരടിപ്പുമാണ് ജനങ്ങൾ UDFനെ അധികാരത്തിലേക്ക് എത്തിച്ചതെന്നും KS അരുൺ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റിനും പിണറായി ഗവൺമെന്റിനുമെതിരെയുള്ള വിധിയെഴുത്താണ് ഈ കഴിഞ്ഞുപോയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. കാലങ്ങളായി ഇടതുപക്ഷം കാത്തു സൂക്ഷിച്ചിരുന്ന പല പഞ്ചായത്തുകളും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുവാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്. 3.5 പതിറ്റാണ്ടായി ഇടതുപക്ഷം കൊടികത്തി വാണിരുന്ന ഒരു പഞ്ചായത്താണ് രാജാക്കാട് പഞ്ചായത്ത്. അതിന്റെ ഭരണം സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് ഏറുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയപ്പോഴും കാലങ്ങളായി അവർ മുന്നോട്ട് വെച്ച ജനദ്രോഹ നടപടിയും അതോടൊപ്പം വികസന മുരടിപ്പും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ വിജയം വളരെ നിഷ്പ്രയാസത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചു. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
വീണ്ടും വാർത്തകളിലേക്ക്. മാട്ടുപ്പെട്ടി കുണ്ടളയ്ക്ക് സമീപം കടുവയും 3 കുഞ്ഞുങ്ങളും ഇറങ്ങിയെന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്ന് വനം വകുപ്പ്. കടുവ ഇറങ്ങിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്നുള്ളതല്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആളുകളിൽ ഭയാശങ്ക ഉളവാക്കും വിധം നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ വനം വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. മാട്ടുപ്പെട്ടി കുണ്ടളയ്ക്ക് സമീപം കടുവയും 3 കുഞ്ഞുങ്ങളും ഇറങ്ങിയെന്ന തരത്തിലുള്ള പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നത്. രാത്രികാലത്ത് ഇറങ്ങിയതെന്ന തരത്തിൽ കടുവയുടെയും കുഞ്ഞുങ്ങളുടെയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. കടുവ ഇറങ്ങിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്നുള്ളതല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ആളുകളിൽ ഭയാശങ്ക ഉളവാക്കും വിധം നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ വനംവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. അതായത് ജനങ്ങളെ ഇങ്ങനെ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തില് ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പം നിരന്തരമായിട്ട് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതിനെതിരെ നമ്മൾ ഉന്നതാധികാരികളുമായി ആലോചിച്ചിട്ട് ഈ തുടർ നടപടികൾ സ്വീകരിക്കും. കാരണം ഇത് വനം വകുപ്പിനെതിരെ ഉള്ള ജനവികാരം കൂടെ ഉണ്ടാക്കുന്ന കാരണമാകും. കടുവ ഇറങ്ങിയെന്ന പ്രചാരണത്തെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും പ്രദേശത്ത് നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സിറ്റി വിഷൻ മൂന്നാർ. ഇനി ശരണമന്ത്രം. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി തിരുവല്ല നാദം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനസുധ. തുടർച്ചയായി 10ാം വർഷമാണ് ഇവർ സന്നിധാനത്ത് പരിപാടി അവതരിപ്പിക്കുന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമലയിലേക്ക് എത്തിയ ഭക്തർക്ക് ആത്മീയതയുടെ ആസ്വാദന ലഹരിയായിരുന്നു ഭക്തിഗാനസുധ. തിരുവല്ല നാദം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി അവതരിപ്പിച്ചത്. തുടർച്ചയായി 10ാം വർഷമാണ് ഇവർ സന്നിധാനത്ത് പരിപാടി അവതരിപ്പിക്കുന്നത്. RLV സനോജ്, കിഷോർ ബാബു കൊല്ലം എന്നിവരാണ് ഗായകർ. ഗിരീഷ് കൊല്ലം, ടൈറ്റസ് ലാസർ, വിഷ്ണു ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തി ഗാനസുധ അവതരിപ്പിച്ചത്. സിറ്റി വിഷൻ സന്നിധാനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നു. തീർത്ഥാടന പാതയിലെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും സമയബന്ധിതമായ ഇടപെടലും വഴി റിപ്പോർട്ട് ചെയ്ത 103 ഹൃദയാഘാത കേസുകളിൽ 81 പേരെയും രക്ഷിക്കാനായി. മലകയറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് കാർഡിയാക് എമർജൻസികൾ കൈകാര്യം ചെയ്യുന്നതിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പമ്പ, നീലിമല, അപ്പാച്ചിമേട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ കാർഡിയോളജി യൂണിറ്റുകൾ സജ്ജമാണ്. ഹൃദയാഘാത സാധ്യതയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ സ്ട്രെപ്റ്റോകൈനസ് പോലുള്ള മരുന്നുകളും ലഭ്യമാണ്. പമ്പയിൽ എമർജൻസി കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നു. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം, ചരൽമേട്, അപ്പാച്ചിമേട്, നീലിമല, മരക്കൂട്ടം എന്നിവിടങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാണ്. സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്റർ, ICU, എക്സ്റേ, ലാബ് സൗകര്യവും എന്നിവയുമുണ്ട്. നിലയ്ക്കലിലും ലാബ് സൗകര്യം ലഭ്യമാണ്. ആകെ 22 എമർജൻസി മെഡിക്കൽ സെന്ററുകൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ 17 എണ്ണം പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ പ്രവർത്തിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാർ, ഹൃദ്രോഗ ചികിത്സയ്ക്കായി പരിശീലനം ലഭിച്ച മെഡിക്കൽ ഓഫീസർമാർ, സ്റ്റാഫ് നഴ്സുമാർ, ECG മെഷീൻ, ഓക്സിജൻ സിലിണ്ടറുകൾ, അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള മരുന്നുകൾ, ആംബുലൻസ് സൗകര്യം എന്നിവ എല്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. സന്നിധാനത്തെ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കാർഡിയോളജി യൂണിറ്റ്, വെന്റിലേറ്ററുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, ICU, എക്സ്റേ ലാബ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ എന്നിവയുൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. തീർത്ഥാടകർക്ക് സുരക്ഷിതമായി മല കയറുവാനും ദർശനം പൂർത്തിയാക്കുവാനും എല്ലാവിധ പിന്തുണയും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ സന്നിധാനം.
വയലിനിൽ അയ്യപ്പസ്തുതി കീർത്തനങ്ങളുമായി 4ാം ക്ലാസ്സുകാരി വൈഗ വിപിൻ. അയ്യപ്പ ഭക്തയായ വൈഗ ആദ്യമായാണ് സന്നിധാനത്ത് വയലിനിൽ അയ്യന് മുന്നിൽ കച്ചേരി നടത്തുന്നത്. ഞായറാഴ്ച പ്രഭാതം സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി 4ാം ക്ലാസ്സുകാരി വൈഗ വിവന്റെ വയലിൻ കച്ചേരി. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി അയ്യപ്പ ദർശനത്തിനെത്തുന്ന വൈഗ ഇതാദ്യമായാണ് സന്നിധാനത്ത് വയലിൻ കച്ചേരി അവതരിപ്പിക്കുന്നത്. 5 കീർത്തനങ്ങളാണ് വൈഗ അവതരിപ്പിച്ചത്. തൃശൂരിലെ CS അനുരൂപിന്റെ കീഴിൽ കഴിഞ്ഞ 2 വർഷമായി വൈഗ വയലിൻ പഠിക്കുന്നുണ്ട്. കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ വൈഗ അച്ഛനും അമ്മൂമ്മയ്ക്കുമൊപ്പമാണ് സന്നിധാനത്തെത്തിയത്. സിറ്റി വിഷൻ സന്നിധാനം. കട്ടപ്പന റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച ദേശീയതല ബോക്സിംഗ് മത്സരം സംഘാടക മികവ് കൊണ്ടും മികച്ച പ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. സഫാനിയ ഫൈറ്റ് നൈറ്റ് 2025 സീസൺ 2 എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. പ്രമുഖ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ഡോക്ടർ ബിബിൻ സേവ്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ മുൻനിര ബോക്സിംഗ് ചാമ്പ്യന്മാർ ഉൾപ്പെടെ 30ഓളം ബോക്സിംഗ് താരങ്ങൾ പരിപാടിയിൽ മാറ്റുരച്ചു. ഇടികാണുവാൻ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള കായിക പ്രേമികൾ പുളിയന്മലയിലെത്തി. കായിക വിനോദങ്ങളാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. ടൗണിലുള്ള 1-2 ജിമ്മ് നടത്തുന്നവരൊക്കെ ഇതിലിപ്പോൾ ആസിഫിനെ വിളിക്കും, ഒന്ന് വന്ന് കാണണം, ജിമ്മ് കാണണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവിടെയുള്ളൊരു പ്രമോദ് ഇവരൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് ഇവിടെ ജിമ്മ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് എക്യുപ്മെൻസും ഒക്കെ ഞാൻ പണ്ട് ഇവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടുക്കിയായിട്ട് പ്രത്യേക ഒരു ബന്ധമുണ്ട്. ഇവിടെ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവെ വളരെ നല്ല തൊടുപുഴ, ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ പ്രത്യേകത ഇവർ പൊതുവെ അങ്ങനെ ഒരു ഡ്രഗിൻ്റെ പ്രശ്നമോ വളരെ ഒരു വാല്യൂസ് ഉള്ള കുട്ടികളായിട്ടാണ്. കാരണം ഞങ്ങൾ എറണാകുളം ബേസ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മിക്സ്ഡ് കൾച്ചറാണ്. റോട്ടറി ക്ലബ് കട്ടപ്പനയുടെ ഹാർമണി യൂത്ത് സർവീസ് പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ബോക്സിംഗ് പ്രൊമോട്ടർ ജൂബിൻ ജോസഫ്, കട്ടപ്പന റോട്ടറി ക്ലബ് ഓഫ് പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ, സെക്രട്ടറി അജോ എബ്രഹാം എന്നിവർ നേതൃത്വം വഹിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ, വെള്ളി ഗ്രാമിന് 210 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇടതു നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന CPI നേതാവ് KK ശിവരാമൻ. തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിലെ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടർമാർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം തിരുത്തി ഉടുമ്പൻചോല MLA MM മണി. പറഞ്ഞതിൽ തനിക്ക് പിശക് പറ്റിപ്പോയെന്ന MM മണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ റവന്യൂ, ഫോറസ്റ്റ് വകുപ്പുകൾ നടത്തിയ സാമൂഹ്യദ്രോഹ നിലപാടുകളുടെ കൃത്യമായ പ്രതികരണമാണെന്ന അതിജീവന പോരാട്ട വേദി. ഇടുക്കിയിലെ ജനതയെ രക്ഷിക്കുന്നതിന് ആവശ്യമായ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കുമെന്നും റസാഖ് ചൂരവേലി.
മാട്ടുപ്പെട്ടി കുണ്ടളയ്ക്ക് സമീപം കടുവയും 3 കുഞ്ഞുങ്ങളും ഇറങ്ങിയ തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്ന് വനം വകുപ്പ്. കടുവ ഇറങ്ങിയ തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്നുള്ളതല്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.